ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ ദേവി നമ്മുടെ ദേവമംഗലം അടച്ചു വാണിടുന്ന കാലമാണ് കേട്ടോ. കാരണം ദേവീന് ബാലൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ആവും. ദേവിയുടെ വീട്ടുകാരൻ തേനും പാലും ഒഴുകാണ്. അങ്ങനെ മീനാക്ഷിയുടെ വീട്ടുകാരുടെ പിണക്കൊക്കെ മാറിയിട്ട് മീനാക്ഷിയുടെ അച്ഛനും വരുന്നുണ്ട് കേട്ടോ മീനാക്ഷിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഹോസ്പിറ്റലിൽ മീനാക്ഷിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ആണെങ്കിലും മീനാക്ഷിയുടെ ഭർത്താവായിട്ടുള്ള ആകാശാണെങ്കിലും ഒക്കെ എന്തുമാത്രം കെയർ ചെയ്തത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും മീനാക്ഷിക്ക് ചിലപ്പോൾ നല്ലൊരു പയ്യന് പണവും അതുപോലെ തന്നെ ചിലപ്പോൾ നല്ല ജോലിയൊക്കെ പയ്യനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ ഇതുപോലെ ഒരു സന്തോഷ സുഖമായിട്ട് ജീവിക്കുന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഭാര്യ അടുത്ത് പറയാണ്. എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ ജീവിതം നല്ലതാണ്. ആകാശിന്റെ വീട്ടുകാരൊക്കെ നല്ല വീട്ടുകാരാണ്. നമ്മുടെ അത്രയും സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും നല്ല സ്വഭാവമാണ് അവരുടെ. നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ വീട്ടിലേക്ക് പോകാം. എന്തായാലും കല്യാണമൊന്നും നമ്മളായിട്ട് നടത്തി കൊടുത്തിട്ടില്ല. പക്ഷെ അവൾക്ക് ഒരു കുറവും അവിടെ ഉണ്ടാവാൻ പാടില്ല. അവൾക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മീനാക്ഷി ഭയങ്കര പണക്കാരിയായിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മരുമക്കളിലെ ഏറ്റവും പണക്കാരി മീനാക്ഷി തന്നെയാണ്. പക്ഷെ ദേവിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബാലന്റെയും ആ വീട്ടുകാരുടെ വിചാരം ദേവിയാണെന്നാണ്. മിത്രക്കും മീനാക്ഷിക്കും സത്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ വീട്ടുകാർ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ ബാലിന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഒരു പുച്ഛഭാവമാണ്. അതേസമയം ദേവിയുടെ വീട്ടുകാരാണെങ്കിൽ ഇപ്പൊ തേനും പാലൊക്കെ ബാലിനോട് ഒഴുകി വീണാനായിരുന്നു. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ വരുന്നുണ്ട്. എത്രയോ നാളും വരാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് പിള്ളേരോട് കുറച്ചൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ബാലൻ അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മാത്രമല്ല. പക്ഷെ ഞങ്ങൾക്ക് മക്കളാഞ്ചി തള്ളിക്കളയാൻ പറ്റുമൊന്നുമില്ലല്ലോ. മക്കളല്ലേ, അതിന് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അവരിഷ്ടപ്പെട്ട പോലെ കല്യാണം കഴിച്ചു, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് കാര്യം എന്നൊക്കെ പറയണം. കാരണം ദേവി അവിടെ ഉണ്ട് കേട്ടോ. ദേവിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലൻ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ തന്നെ പൊക്കി പറഞ്ഞ പോലെ കാണിക്കണത്. മീനാക്ഷി അച്ഛൻ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി, പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി എന്റെ മോള് കണ്ടുപിടിച്ചിരിക്കുന്നത് നല്ലൊരു പയ്യനെയും ഫാമിലിയിലാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറയാണ്. അപ്പൊ ബാലിന് വലിയ താല്പര്യം കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ മീനാക്ഷിക്ക് ചെറിയൊരു വിഷമാവുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ദേവിയുടെ അച്ഛനും അമ്മയാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നെങ്കിൽ അവരുടെ ഇപ്പൊ എന്ത് സ്നേഹത്തോടെ ബാലൻ സംസാരിക്കുക, എഴുന്നേറ്റിരിക്കും, ചിരിച്ച് കളിച്ച് സംസാരിക്കുക, എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് അവരോട്. പക്ഷെ തന്റെ വീട്ടിൽ നിന്നപ്പോ ഒരു പുല്ല് വില പോലും ആരും കൊടുക്കുന്നില്ല. ആ ഒരു ചെറിയൊരു പരിഭവം മീനാക്ഷിക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ കൊടുക്കാനുള്ള സ്വർണവും അതുപോലെ തന്നെ സ്വത്തുക്കളൊക്കെ നമ്മുടെ മീനാക്ഷിക്ക് കൊടുക്കുകയാണ്. മീനാക്ഷി അയ്യോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും മീനാക്ഷിയുടെ അച്ഛൻ പറയണ്ട, അങ്ങനെയല്ല മോളെ, ഞങ്ങൾക്ക് ആകെ ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കുള്ളതല്ല നിനക്കുള്ളത് തന്നെയാണ്. ഞങ്ങളിപ്പോ നിൽക്കുന്ന വീട് പോലും നിനക്കും ആകാശിന്റെ പേരിൽ എഴുതി വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് അച്ഛൻ പറയുമ്പോ മീനാക്ഷി പറയണ്ട, അച്ഛ ഇപ്പൊ ഒന്നും വേണ്ട, അച്ഛനും അമ്മയും പിണക്കം മാറി എന്റെ അടുത്ത് വന്നല്ലോ, അതെന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോ ബാലനോട് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതെ ബാല ഒരു കാര്യം പറഞ്ഞോട്ടെ, മീനാക്ഷിനെ ആകാശിനെ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വിടാവോ? ഇത്രയും നാൾ അവർ വിടയിൽ നിന്നത്, 2 ദിവസം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് വിടാവോ? എത്ര നാളായി എന്റെ മോൾ അവിടെ വന്ന് നിന്നിട്ട് എന്നൊക്കെ പറയുമ്പോ ബാലൻ പറയണ്ട്, അതൊന്ന് ആലോചിക്കണം എന്നൊക്കെ പറയാണ്. മീനാക്ഷിയുടെ അച്ഛനെ ഇൻസൾട്ട് പോലെ ആവും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അവർ പോകുകയാണ്. പോയിക്കുമ്പോഴേക്കും മീനാക്ഷി ആകെ ദേഷ്യം ആകാശിനോട് കാണിക്കുകയാണ്. എന്നാലും ആകാശ് ഇത് കുറച്ച് കൂടിപ്പോയി, എന്റെ അച്ഛനും അമ്മയും പിണക്കം മാറിയും കൂടെ വന്നപ്പോ അവരോട് ആ ഒരു നല്ലൊരു രീതിയിൽ സംസാരിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ ഒരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ പരിപാടിയുടെ ഭാഗമായിട്ട് ദേവീനെയും അതുപോലെ തന്നെ ആനന്ദിനെയും വീട്ടിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവിയുടെ അച്ഛനമ്മയും വരുന്നത്. അപ്പൊ ഉദയഭാനു വരുമ്പോ തന്നെ ബാലൻ അയ്യോ ഉദയഭാനു സർ വാ സർ ഇരിക്കു സർ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുത്തുവാണ്. ശ്രീകരനെ അങ്ങനെ തന്നെയാണ്, മേഡം വന്നിരിക്കും മേഡം എന്നൊക്കെ പറയാണ്. അത് കാണുന്നത് മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ. മീനാക്ഷി മിത്രട് പറയണ്ട്, ഇതെന്തിനാ എപ്പോഴും അച്ഛൻ അവരെ സാറ് മാഡം എന്നൊക്കെ വിളിക്കണത്? എന്താ അച്ഛനെ പഠിപ്പിച്ചത് ഹെഡ് മിസ്റ്ററോ അല്ലെങ്കിൽ ടീച്ചറോ വലുതോ ആണോ അവര് എന്നൊക്കെ ചോദിക്കാണ്. എനിക്കറിയില്ല മീനാക്ഷി ചേച്ചി, അവരെ കാണുമ്പോ അല്ലെങ്കിലും അച്ഛനെ കുറച്ച് പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണല്ലോ. എന്നിട്ട് എല്ലാവരും വിളിക്കണം, എല്ലാരും ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കുന്നത് ആരാണ് നോക്കിയേ, ഗോമതി ഇന്ന് നല്ല ഫുഡ് ഉച്ചക്ക് വെക്കണം കേട്ടോ, മീനാക്ഷി വായിക്ക് കൊള്ളാവുന്ന ഫുഡ് വെക്കണം മിത്ര എന്നൊക്കെ പറയാണ്. അവർക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉദയഭാനു വന്ന കാര്യം ബാലനോട് പറയണ്ട്, ഞങ്ങള് വന്നതേ ബാല വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അയ്യോ അതിന് എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം എന്താ ഉദയഭാനു സർ, നിങ്ങളുടെ പിള്ളേര്, നിങ്ങളുടെ മോൻ, നിങ്ങളുടെ മോള്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കൂട്ടിക്കൊണ്ട് പോവാലോ, അതിന് എന്റെ സമ്മതം ഒന്നും വേണ്ട, ഉദയഭാനു സർ എപ്പോ വേണമെങ്കിലും അവരെ കൊണ്ടുപോകാം, അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം. മീനാക്ഷിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പതുക്കെ ഉദയഭാനും ബാലന്റെ വീട്ടിലും അതുപോലെ തന്നെ ഗോമതി സ്റ്റോഴ്സിലൊക്കെ ഇടം നേടുവാട്ടോ. അങ്ങനെ അവിടുന്ന് അവർ 2 ദിവസത്തേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറയുമല്ലോ. അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഉദയഭാനു ഭാര്യ അടുത്ത് പറയണ്ട്, എടി നമുക്കിനി എപ്പോ വേണമെങ്കിലും നമുക്ക് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലണ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ അവരുടെ കടയിൽ കയറി ചെല്ലണ സ്വാതന്ത്ര്യം കൂടി നമ്മൾ വാങ്ങിച്ചെടുത്തേ പറ്റൂ, അത് ഞാൻ വാങ്ങിക്കുന്നുണ്ട് എന്ന് ഉദയഭാനു ഭാര്യ അടുത്ത് പറയാണ്. ശേഷം
അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉദയഭാനു എങ്ങനെയെങ്കിലൊക്കെ ഗോമതി സ്റ്റോഴ്സിന്റെ ആ ഒരു അവിടേക്ക് ആ ഒരു ബാലിലേക്ക് ആ കസേരയിലേക്ക് കുറച്ച് അങ്ങോട്ട് സുഖിച്ച് അങ്ങോട്ട് ഇരിക്കണം, ഒന്ന് മുതലാളിയായിട്ടൊന്ന് വിലസണം എന്നൊക്കെ ഉദയഭാനുவோട് സ്വപ്നം കാണും കേട്ടോ. അങ്ങനെ ഉദയഭാനു വിചാരിക്കും ഇതെന്തിനാ സ്വപ്നമാക്കണത്, സത്യമാക്കിക്കൂടെ, എന്റെ മോളുടെ അമ്മായച്ചിന്റെ കടയില്ലേ അത്, അപ്പൊ എനിക്കും കയറി ചേരാനുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉദയഭാനു ഒരു ദിവസം കടയിലേക്ക് വരും കേട്ടോ. ബാലൻ ഉണ്ടാവട്ടെ ആ സമയത്ത്. ആ ബാല എന്നൊക്കെ പറയണ, ഉദയഭാനു സാറ് എന്താ സാർ എന്നൊക്കെ വെറുതെ ഫ്രീ ആയപ്പോ കൂടെ വന്നതേ ഉള്ളൂ, ബാലിന്റെ കടയിലെ കച്ചവടമൊക്കെ ഒന്ന് അറിയാൻ. ഉദയഭാനുടെ കണ്ണ് തള്ളി പോവാട്ടോ, അത്രമാത്രം കച്ചവടം ഇട്ടോ അവിടെ. മണിക്കൂറിലും പണം ഇങ്ങനെ പെരുകാണ്. ഏതാ പറഞ്ഞ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോലുള്ള കച്ചവടം പോലുള്ള അവിടെ കച്ചവടം. അപ്പൊ നമ്മുടെ ഉദയഭാനു പറഞ്ഞു, ബാല ഇവിടെ ഭയങ്കര കച്ചവടമല്ലോ, സിറ്റിയിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിനേക്കാളും കച്ചവടം ഇവിടെയാണെന്ന് തോന്നുന്നു. ഹോ, എല്ലാം ദൈവാനുഗ്രഹം. പിന്നെ ദേവിമോള് വലത് കാലം വെച്ച് ഞങ്ങളുടെ വീട്ടിൽ കയറിയ പിന്നെ ഐശ്വര്യങ്ങൾക്ക് ഒരു കുറവല്ലേ ഉദയഭാനു സർ എന്ന് പറയുമ്പോ ഉദയഭാനു പറയണ്ടേ, അതെ അതെ, എന്റെ മൂത്ത മോൾക്ക് അത്ര ഐശ്വര്യമാണ്. ശ്രീദേവി ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്ത് എന്താ ഐശ്വര്യമായിരുന്നെന്ന് അറിയാവോ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഉദയഭാനു സർ എനിക്കൊന്ന് പുറത്തു വരെ പോണേ, ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ്. അതിനെന്താ ബാലൻ പോയിട്ട് വാ, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, ഞാനിവിടെയൊക്കെ നോക്കട്ടെ എന്ന് പറയാണ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ഉദയഭാനാണെങ്കിൽ ബാലന്റെ കസേരയിൽ കയറിയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ബാലൻ തന്നെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. വേഗം തന്നെ ആ കസേര വന്ന് ഇരിക്കാട്ടോ. അത് കാണുന്ന ആര്യന ദേഷ്യം വരുന്നുണ്ട്. ബാലന്റെ കസേര കയറി ഇരുന്നതും പോരാ, ആ ഷെൽഫ് തന്നിട്ട് പണമൊക്കെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാട്ടോ ഉദയഭാനു. പണം ഒന്നും കാണാത്ത പോലെ, പക്ഷെ ആര്യൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ഇടക്കിടക്ക് ഉദയഭാനു വരുന്നുണ്ട്, കടയിൽ നിന്ന് പോകുന്നുണ്ട്. ഇടക്കിടക്ക് പണം ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴേക്കും അവസാനം രാത്രി ആകുമ്പോഴേക്കും ബാലൻ കണക്കൊക്കെ കൂട്ടുമല്ലോ. അപ്പൊ 1000 2000 ഒക്കെ പലപ്പോഴും കുറവ് വരുന്നുണ്ട്. പിന്നീട് വലിയ വലിയ എമൗണ്ട് ആട്ടോ കുറവ് വരുന്നത്. അപ്പൊ ബാലന്റെ വിചാരം ഈ ആര്യനും ആരെങ്കിലൊക്കെ എടുത്തതാണ് വിചാരം കേട്ടോ. അപ്പോൾ ഉദയഭാനുനെ സംശയിക്കണില്ല. അങ്ങനെയാണ് നമ്മുടെ മീനാക്ഷി ആ ഒരു സംശയം മിത്രടുത്ത് പറയണം കേട്ടോ. അല്ല, കടയിൽ നിന്ന് അച്ഛൻ എപ്പോഴും പൈസ കുറവ് വരുന്നുണ്ട്, കണക്ക് എത്ര കൂട്ടിട്ട് ശരിയാവുന്നില്ല, അപ്പോ ലാഭത്തെക്കാളും കൂടുതൽ ഇപ്പൊ നഷ്ടമാണ്. മുമ്പ് ലാഭം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ നഷ്ടത്തിലാണ്, എന്തൊക്കെയോ തിരിമറി നടക്കുന്നുണ്ടൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. എന്തോ ആര്യനും അതുപോലെ തന്നെ നമ്മുടെ ആകാശം എടുത്തത് പോലെയാണ് അച്ഛന്റെ സ്വഭാവം എന്നൊക്കെ മീനാക്ഷി മിത്രടുത്ത് പറയണം. അപ്പൊ മിത്ര പറയുന്നുണ്ട്, ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ദേവെഴുത്തിന്റെ അച്ഛൻ ഉദയഭാനു അങ്ങേര് ഇടയ്ക്കിടയ്ക്ക് കടയിൽ വരുന്നുണ്ട്, അതിനുശേഷം ഇതൊക്കെ നടക്കണത്. അയ്യോ, നീ ഇങ്ങനെ പറയല കേട്ടോ, ആരും കേൾക്കണ്ട, പിന്നെ അത് മതി. അല്ല, ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ശരിയാ, നീ പറഞ്ഞ സംശയം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അങ്ങനത്തെ ഒരു ചെറിയൊരു സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം ഇത്രേ. ഇനി അവർ വരാത്ത ദിവസവും വന്ന ദിവസവും കണക്കടയിലെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കണം എന്ന് വിചാരിക്കുകയാണ് മീനാക്ഷിയും ഇത്രയും കൂടി. അങ്ങനെ അവർക്ക് ആ ഒരു സംശയം സത്യമാവാട്ടോ, ഉദയഭാനു തന്നെയാണ് പണം കുറേശ്ശെ മോഷ്ടിക്കണത് എന്നുള്ള സത്യം മനസ്സിലാക്കാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇനി വരാൻ പോണത്. അപ്പോഴും ഇവരാണെന്ന് ആരും പറയത്തൊന്നുമില്ല, കാരണം പറഞ്ഞ ദേവിയടുത്തേക്കാണല്ലോ അതിന്റെ ഒരു കുറച്ചില്. അതുകൊണ്ട് മീനാക്ഷിയും ഇത്ര സത്യം അറിഞ്ഞാലും ആർത്തും പറയത്തൊന്നുമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.